മഴച്ചാറുണ്ടല്ലേ. ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നിവിടെ നമ്മുടെ ഈ ഏരിയയിലത്തെ കാർണിവൽ നടക്കുകയാണേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ ഏരിയയിൽ സൗണ്ടൊക്കെ കേൾക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. നല്ലൊരു വൈബിളൊരു ദിവസമാണ്. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ കുഞ്ഞു ജെയിൻ വീലും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ തുടങ്ങി ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അങ്ങനെ 3 ദിവസമായിട്ടാണ് ഇവിടെ പരിപാടികളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് കറങ്ങണ്ട് മഞ്ഞ ആടുന്ന്, റെഡ് ആടുന്ന്, ഗ്രീൻ ആടുന്ന്. അപ്പൊ ഇത് റോഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെയാണ് കാർണിവൽ നടക്കുന്നത്. ഞാൻ വേറൊരു സംഭവം കൂടെ കാണിച്ചത് നോക്കിയേ. ഇപ്പൊ ഇവിടെ സ്പ്രിംഗ് സീസൺ തുടങ്ങിയല്ലോ. ഇതേ പൂവൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ലേ? ഇലകൾ വരുന്നേ ഉള്ളൂ. ഫുള്ള് പൂത്ത് നിൽക്കുകയാണ് ഈ മരം. നമ്മള് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണേ. കേറാം. 3 പേർക്ക് ഇരിക്കാൻ പറ്റില്ലേ? ആണോ? ഇത് അമ്മുവിന്റെ ഫ്രണ്ട്സ് ആണ്. നമ്മൾ ഇവിടെ വന്നപ്പോ അവരെയും കണ്ടു കേട്ടോ. കവേർഡ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അത് ഈസ്റ്ററിന്റെ എഗ് പോലെ ഇരിക്കണം ഷേപ്പ് ആയിട്ട്. അപ്പയും അമ്മ ഒരുമിച്ച് കയറി. ഞാൻ ഇതിനകത്ത് ഒറ്റയ്ക്കണത്. ബാക്കിനകത്ത് അവരുണ്ട്. ഇത് ഫുള്ളായിട്ടുള്ള വ്യൂ ഇതാണ്. അയ്യോ, മൂന്ന് ദിവസമാണ് കേട്ടോ ഇവിടുത്തെ കാർണിവൽ ആഘോഷം നടക്കുന്നത്. വെള്ളി, ശനി, ഞായർ. വെള്ളിയാഴ്ച വൈകിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം കഴിയും. ഞായറാഴ്ച വൈകിട്ടോടുകൂടി സമാപനം ഉണ്ടാകും. അങ്ങനെ 3 ദിവസമായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ കാർണിവലിൽ ആഘോഷിക്കുന്നതിൻ്റെ പിന്നിലെ എന്താണിതെന്ന് വെച്ചാൽ വിൻ്ററിൽ ബൈ ബൈ പറഞ്ഞിട്ട് ഇവർ സ്പ്രിങ്ങിനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ സ്നോമാനെ കത്തിച്ചിട്ടാണ് ഈ കാർണിവൽ ഇവിടെ ആഘോഷിക്കുന്നത്.
ഈ കാർണിവലിൻ്റെ സമയത്ത് ഇവിടെ ഒരുപാട് ഇങ്ങനെ ഷോപ്സുകളൊക്കെ വരും കേട്ടോ. നമ്മുടെ നാട്ടിൽ പള്ളിപ്പെരുന്നാൾ അതുപോലെ അമ്പലത്തിലെ ഉത്സവമൊക്കെ നടക്കില്ല, ആ ഒരു പ്രതീതിയാണ്. കുറേ ഫുഡിൻ്റെ സ്റ്റോളുകൾ ഉണ്ടാകും, അതുപോലെ കുട്ടികൾക്ക് കളിപ്പാട്ടം വിൽക്കുന്ന കടകൾ, അതുപോലെ തന്നെ ഗെയിംസിൻ്റെ കുറേ കടകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. റൈഡ്സൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ എന്താ പറയുക. നോർമലി ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞു ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണെന്ന്. അപ്പോൾ കുറച്ച് നമുക്കിങ്ങനെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നത് ഈ ദിവസങ്ങളിലാണ്. സൂപ്പറായിട്ട് പാടുന്നുണ്ട്. ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ബാൻഡിൻ്റെ കുറേ ഗ്രൂപ്പുകളുണ്ട്. അവരുടെ പെർഫോമൻസ് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ മാറി മാറി പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ ചെന്ന സമയത്ത് 2 ഗ്രൂപ്പാണ് ഉണ്ടായത്. അതല്ലാതെയും വേറെ കുറേ ഗ്രൂപ്പുകളുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ബാൻഡിൻ്റെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ടിൽ, ഒരു സ്കൂളാണ് ഈ ബാക്കിൽ കാണുന്നത്, അതിൻ്റെ ഗ്രൗണ്ടിൽ ഇത് ഈ പെർഫോമൻസ് നടക്കുന്നുണ്ടായി. അപ്പോൾ പിന്നെ നമ്മൾ അത് കാണാൻ വേണ്ടി അവിടെ പോയി കുറേ നേരം നിന്നു കേട്ടോ. നല്ല രസമുണ്ട്, എന്ത് ഇതായിട്ടല്ല അവർ ചെയ്യുന്നത്, നല്ല രസമുണ്ടെന്ന്. സമയം പോകുന്നതേ അറിയണ്ടായില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭംഗി മീൻസ് അവർ ചെയ്യുന്നതേ ഭയങ്കര ഒരു ഫ്ലോലെസ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. Wow.
അവിടെ മറ്റേ സ്പൈഡർമാനെ പോലെ പൊങ്ങിപ്പോയി അപ്പാപ്പനാണ് ഇവിടെ ഈ പെർഫോമൻസും കാണിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏണി നല്ല ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എൻ്റെ അപ്പാപ്പൻ ആ ഹൈറ്റിൽ കയറിപ്പോയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പുള്ളിക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീമിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും ഇതുപോലെ തന്നെ ആ സെയിം ഹൈറ്റിൽ നിന്ന് പല ടൈപ്പ് ജമ്പ് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇവർ പെർഫോം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുട്ടികൾക്കും ഇവർ ചാൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഹൈറ്റ് ലാഡറിൻ്റെ ഹൈറ്റ് കുറച്ച് വെച്ചിട്ട് കുട്ടികൾക്കും ചാടാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ അമ്മ ഇവിടെ ചാടാൻ വന്നേക്കുവാണ്. അപ്പോൾ അമ്മയും ചാടിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കൊരു എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ അമ്മു അതിൽ നിന്ന് ചാടി നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ചൂറോസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്കാണ്. അപ്പോൾ പിന്നെ അത് കഴിക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ അങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ നല്ല ഫ്രഷായിട്ട് ചൂടോടെ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തൊരു കുറച്ച് പഞ്ചസാരയും പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സിനമൺ പൗഡറും കൂടെ അവർ ഇട്ട് തരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ഇങ്ങനെ ക്രിസ്പി ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് സ്പ്രിങ്ങിൻ്റെ വരവറിയിച്ചിട്ട് ചെടികളെല്ലാം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു വൈറ്റ് കളർ പൂവാണത്. അപ്പോൾ അമ്മുവിന് പാർക്കിൽ കളിക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ഞങ്ങൾ പാർക്കിലോട്ട് വന്നതാണ്. പക്ഷേ പാർക്ക് ഫുള്ളായിരുന്നു കേട്ടോ. അമ്മുവിന് കളിക്കാനൊന്നും കിട്ടിയില്ല. അപ്പോൾ അതേ അമ്മു അതിൻ്റെ സങ്കടത്തിൽ തിരിച്ചു വരിക. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ ഒരാൾ വരുന്നു ഇവിടെ. പിന്നെ എല്ലാവരുടെയും കയ്യിലുണ്ടാവും. പക്ഷെ ഇതൊരു വെറൈറ്റി ഇതാന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഇത് ബ്രീഡാന്നേ. പക്ഷെ നല്ല രസമുണ്ടല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു അധികം കാണാത്ത പോലെയൊക്കെയുള്ള ഒരു ബ്രീഡ്. അപ്പോൾ പിന്നെ ഇത് നമ്മളിവിടെ കളിക്കാൻ വേണ്ടി വന്നതാണ്. ഊഞ്ഞാലും സ്ലൈഡൊന്നും അമ്മന് കിട്ടിയില്ല കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇവിടെ വന്നപ്പോൾ ആൾ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇത് കളിച്ചു. അങ്ങനെ കുറേ നേരം കാറൊക്കെ ഓടിച്ചു. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അമ്മോൻ്റെ ഫ്രണ്ട്സിനെ കണ്ടേ. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തണുക്കാൻ തുടങ്ങി. എന്നാൽ പിന്നെ വീട്ടിൽ പോയി തെർമലൊക്കെ ഇട്ടിട്ട് വരാം, വേറെ ജാക്കറ്റൊക്കെ മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ പോയപ്പോഴത്തേക്കും പൊസഷൻ വന്ന് പോയിട്ട്. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഇത് മാത്രമേ ഉണ്ടായുള്ളൂ, ബാക്കി ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ പൊസിഷൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സ്നോമാനെ കത്തിക്കാനുള്ള ആ ഒരു സ്റ്റാൻഡ് ഇതേ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആ പൊസിഷനിൽ അവർ കറക്റ്റായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഈ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവന്നു അതിൽ നിന്ന് തന്നെ കറക്റ്റ് ഇറക്കി വെക്കുന്നു. അങ്ങനെ അതേ ഇവിടെ കത്തിക്കാനുള്ള സ്നോമാനെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേ വിൻ്ററിനൊക്കെ ബൈ ബൈ പറഞ്ഞിട്ട് സ്നോമാൻ അതേ ഇവിടെ തീ കൊടുത്തിട്ടുണ്ട്. വിൻ്ററിന് ബൈ ബൈ പറഞ്ഞാലും ഇന്ന് നല്ല തണുപ്പുണ്ടായി കഴിയും. കുറച്ച് ദിവസമായിട്ട് നല്ല ചൂടായിരുന്നേ. പക്ഷേ അതേ ഈ പരിപാടി നടക്കുന്ന ദിവസം നല്ല തണുപ്പുണ്ട്. ഇന്ന് നല്ല കാറ്റും തണുപ്പുള്ള ദിവസമാണ്. അപ്പോൾ എന്താണെങ്കിലും ഒഫീഷ്യലി വിൻ്ററൊക്കെ ഇവിടെ തീർന്നു. മാർച്ച് 20 ഇവിടെ സ്പ്രിങ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മുടെ സ്നോമാൻ കത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ.
അപ്പോൾ എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടാണ് കേട്ടോ അവർ ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. കാരണം സ്നോമാൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നതിന് മുമ്പ് തന്നെ പൊസിഷൻ പോയി കഴിഞ്ഞതും ഫയർ എഞ്ചിനൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായി. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഫയർ എഞ്ചിൻ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സേഫ്റ്റി മെഷേഴ്സും നോക്കിയിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. ആൾക്കാർ സ്നോമാൻ അങ്ങനെ ഏകദേശമൊക്കെ കത്തിത്തീരാറായിട്ടുണ്ട്. ഏകദേശം തലയൊക്കെ വീണു, ഇനി ദേഹം ഏകദേശം വീഴാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, സ്നോമാൻ വീഴുന്നതും നോക്കി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ ഇത് എല്ലാവരും സ്നോമാനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. സ്നോമാൻ വീഴുന്നതും ദേ ഇപ്പം വീഴും കേട്ടോ ആളാ ദേ വീണ്. അങ്ങനെ സ്നോമാൻ ഇവിടെ വീണിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം അതിനകത്ത് കിടന്നിട്ട് സ്നോമാൻ കത്തി കഴിയുമ്പോഴാണ് തീ അണയ്ക്കുന്നത്. ഏകദേശം സ്നോമാനൊക്കെ മുഴുവനായിട്ടും കത്തി തീർന്നു കേട്ടോ. അതേ മറ്റേ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ തീയൊക്കെ ഫുള്ളായിട്ട് അണച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്നോമാൻ കത്തി തീർന്നപ്പോൾ തന്നെ അത് അണച്ചു. ഇനിയിപ്പോൾ ആ ഒരു സ്റ്റാൻഡ് അവിടെ നിന്ന് മാറ്റി വീണ്ടും വണ്ടികളൊക്കെ ഇപ്പം തന്നെ ഓടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാം പെട്ടെന്നാണ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണേ. അങ്ങനെ ഇന്നത്തെ കാർണിവൽ ഏകദേശം കഴിഞ്ഞു കേട്ടോ. സ്നോമാനൊക്കെ കത്തിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇന്ന് രണ്ടാമത്തെ ദിവസമായിരുന്നു. രണ്ടാമത്തെ ദിവസവും ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നാളത്തെയും കൂടെ കാർണിവൽ നമുക്ക് കാണാം. നാളെയും കൂടെ ഉള്ളൂ, 3 ദിവസം നാളത്തോടെ തീരും. നാളെ സൺഡേ ആണ്, നാളെയോടെ തീരും. അങ്ങനെ സ്നോമാനെ ബൈ ബൈ ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് സ്പ്രിങ്